കൂടുതൽ രസകരമായ പേരുകളുള്ള സ്ഥലപ്പേരുകളുള്ള ഏരിയ ആയിരിക്കും ഇടുക്കി ജില്ല. അങ്ങനെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു തമിഴ് വേർഡിൽ വന്ന ഒരു സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഒട്ടാത്തിയുടെ ഒരു ചരിത്രവും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആ പേര് വരാനുണ്ടായ കാര്യവും ഒക്കെ നമ്മളെ സാവുച്ചേട്ടനാണ്. അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള സാവുച്ചേട്ടനാണ് ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് സാവുച്ചേട്ടനോട് തന്നെ ചോദിക്കാം. സാവുച്ചേട്ടാ, ഈ ഒട്ടാത്തി എന്നുള്ളൊരു പേര് തന്നെ വരാനുള്ള കാരണം എങ്ങനെയാണ് ശരിക്കും? ഒട്ടാത്തി എന്നുള്ള പേര് വരാനുള്ള കാരണം നമ്മുടെ അവിടെ ഒട്ടാത്തി മേഖല എന്ന് പറയുന്നത് തമിഴ് മേഖലയാണ്. തമിഴ് മേഖല ഒരു 90% ആൾക്കാരും തമിഴാണ് ഇപ്പോഴല്ല. അപ്പോൾ ഈ ഒട്ടാത്തി എന്നുള്ള പേര് വരാനുള്ള ആ സമയത്ത് എസ്റ്റേറ്റ് മേഖല എന്ന് പറയുമ്പം കാന്തിപ്പാറ, വെങ്കലപ്പാറ ഉള്ള ആ പ്രദേശം ഒരു 90% തമിഴ്ക്കാരുടെ കൈവശം ആയിരുന്നു. അപ്പോൾ അവർ അന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഈ സാധനങ്ങൾ, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ, മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഈ ഒട്ടകം. ആദ്യം ഒട്ടകം വഴി വന്നിട്ടുണ്ട്, കുതിര വഴി വന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടകത്തിനെ കൊണ്ടുവന്ന് ഒട്ടകത്തിൻ്റെ, അപ്പം എനിക്കും എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നുള്ളൊരു അറിവുള്ളൂ, ഞാൻ ഒട്ടകത്തിനെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ കൊണ്ടുവന്ന് ഈ ഒട്ടകത്തിനെ കെട്ടിയിടുന്ന നമ്മുടെ റോഡ് സൈഡ് ആയിട്ടുള്ള, അവർക്ക് എസ്റ്റേറ്റുകളിൽ പല ലയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഏറ്റവും അടുത്ത് ഇതിനെ കെട്ടി നിർത്താനുള്ള ഒരു സൗകര്യമുള്ള സ്ഥലമാണ് ഇപ്പോൾ ഈ ഒട്ടാത്തി എന്ന് അറിയപ്പെടുന്ന സ്ഥലം. ഈ ഒട്ടാത്തി എന്ന് അറിയപ്പെടാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഈ തമിഴിൽ ഈ കത്തുക എന്ന് പറയുന്നത് കരയുക എന്നുള്ളൊരർത്ഥം, ഒരു മീനിങ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ തമിഴ്ക്കാർ തന്നെയാണ് ഈ ഒട്ടകത്തിൽ നിന്ന് പേരിട്ടത്. ഈ ഒട്ടകത്തിനെ കൊണ്ട് ഇവർ കൊണ്ടുവരുന്ന ഈ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് അവിടെ കെട്ടിയിട്ട് കഴിയുമ്പോൾ രാത്രിയിൽ ഈ സംഭവം കരഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഭാഷയിൽ ഒട്ടകം കരയുന്നതിന് ഒട്ടകം കരയുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അവർ തന്നെ പറഞ്ഞ് അങ്ങനെ ആ ഒട്ടകത്തിനൊക്കെ ഇങ്ങനെ കെട്ടിയിടുന്ന സ്ഥലത്ത് ഒട്ടകം കരയുമ്പോൾ ഒട്ടകം കരയുന്ന സ്ഥലം. അപ്പൊ അങ്ങനെയാണ് ഒട്ടകത്തി ആയത്. അപ്പൊ അവരിൽ പ്രാതിനിധ്യം കൂടുതലുള്ളതുകൊണ്ട് അവരത് പ്രചരിപ്പിച്ചു. ഒട്ടകം വരുമ്പം അത് കഴിഞ്ഞിട്ട് കുതിര വരാൻ തുടങ്ങി. കുതിര പക്ഷേ ശരിക്കും കേരളത്തിൽ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ ഒട്ടകം സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ചിലപ്പോൾ പുതിയ അറിവായിരിക്കും. അതെ. കാരണം ഒട്ടകത്തിൽ നിന്ന് വേറെ ഒരു എൻ്റെ അറിവിൽ എനിക്ക് അറിയത്തില്ല. അത് ഇത് ഇങ്ങനെ തന്നെയാണ് എന്നോട് പലരും അങ്ങനെ നമ്മുടെ ആ നാട്ടിലുള്ള ആൾക്കാർ പലരും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടകത്തിൻ്റെ പുറത്ത് ഇങ്ങനെ കൊണ്ടുവന്നു അവിടെ ഇങ്ങനെ കെട്ടി ഇടുന്നുണ്ട്. രാത്രി കുറേ ആളുടെ ജനസാന്ദ്രതയൊക്കെ കുറവുള്ള ആ ഒരു സമയങ്ങളിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ കെട്ടിയിട്ട് കഴിയുമ്പോൾ ഇത് കരയാറുണ്ട്. അങ്ങനെ ആ പേര് വന്നതെന്നാണ് എൻ്റെ പൂർവികരായിട്ടുള്ള അച്ഛൻ അതുപോലെയുള്ള ആൾക്കാർ പറഞ്ഞു തന്നിരിക്കുന്നത്. ശരിക്കും അവിടെ ആന ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രെഞ്ച് ഈ ലയത്തിന് ചുറ്റും അതേപോലെ എസ്റ്റേറ്റിന് ചുറ്റുമൊക്കെ ട്രെഞ്ച് കെട്ടുക. അപ്പം നമ്മൾ ഈ ആന ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ കാന ഈ എസ്റ്റേറ്റിന് ചുറ്റും, അതായത് ഈ ആന കടക്കാൻ പാടില്ലാത്ത രീതി കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ട്രെഞ്ച് കെട്ടുക എന്ന് പറഞ്ഞാൽ കാനയെടുത്ത് ചാടി കടന്ന് നമുക്ക് നമ്മുടെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാന എടുക്കുന്നതിനാണ് ട്രെഞ്ച് കെട്ടുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അത് ശരിക്കും ഇപ്പോൾ ഒട്ടാത്തി ഒരു ജംഗ്ഷൻ പോലെ ആയിട്ട് ഒരു ടൂറിസ്റ്റ് ഏരിയ കൂടെ ആയി മാറി. ടൂറിസ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ മെയിനായിട്ട് ഇപ്പോൾ ടൂറിസ്റ്റ് ഏരിയ ഈ ഒട്ടാത്തി അറിയപ്പെടുന്നത് സ്വർഗംമേട്. അവിടെ ഇഷ്ടംപോലെ പ്ലെയിൻപാറ, സ്വർഗംമേട്, അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പുറത്തുനിന്ന് ഇങ്ങനെ ഈ ടൂറിസ്റ്റ് മേഖലയെ നോക്കി വരാറുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഒരു സംശയം കൂടെ ചോദിക്കട്ടെ, ഈ പ്ലെയിൻ പാറയെ കുറിച്ച് എങ്ങനെ പറഞ്ഞു? നല്ല പ്ലെയിനിന്റെ ആകൃതി തന്നെ ആയിരുന്നു നേരത്തെ. അങ്ങനെ ആയിരുന്നു. അത് പ്ലെയിനായിട്ട് ഇരുന്നതാണ്. അതിന്റെ ഒരു ലീഫ് അടർന്ന് അവിടെ തന്നെ ഇരിപ്പുണ്ട് സാധനം. ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ അതിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു റിസോർട്ടൊക്കെ വന്നിട്ടുണ്ട്. അവിടെ എപ്പോഴും ഫുള്ളായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ എപ്പോഴും മഞ്ഞ് രാവിലെ ഒരു 5 മണി 6 മണി സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു
സ്ഥലമായി മാറിയത്. സ്ഥലം, ഒരു കാലാവസ്ഥ, ആ ഒരു പാറമുകള് ശരിക്കും നല്ല ഒരു, അതുപോലെ തന്നെ സ്വർഗംമേടാണെങ്കിലും അവിടെയുള്ള 2-3 റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ പല റിസോർട്ടുകളും, പിന്നെ അവിടെയുള്ള ഭൂരിഭാഗം സ്ഥലങ്ങളും അതിലൊക്കെ ഈ എറണാകുളം ഭാഗത്ത് താഴെ നാടൻ പ്രദേശത്തുനിന്നുള്ളവർ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ടൂറിസ്റ്റ് മേഖലയാണെന്ന് മനസ്സിലായത് കൊണ്ട് അവർ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. പലരും സൈലൻ്റാണ്. പിന്നെ നമ്മുടെ പ്രാദേശിക തലത്തിലുള്ളവർ വാങ്ങിച്ചവരൊക്കെ 2-3-4 റിസോർട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ പുറത്തുനിന്ന് വരുന്നുമുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് വന്നാലും വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോഴും പണി നടക്കുന്നുണ്ട്. പക്ഷേ ഈ റവന്യൂവിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ സ്റ്റോപ്പുമായി കൊടുക്കും. ഒരു 2-3 മാസക്കാലത്തേക്കൊക്കെ അതൊക്കെ അങ്ങ് നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാറുണ്ട്. ആൾക്കാർ വരാറുണ്ട്, പോകാറുണ്ട്. വരുന്നവർക്ക് എല്ലാവരും നല്ലൊരു അഭിപ്രായം, നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു പ്രദേശവും നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ആരും മോശമായിട്ട് പറഞ്ഞിട്ട് തിരിച്ചു പോയിട്ടില്ല. എല്ലാം നല്ലതാണ്. അതിനുള്ളൊരു സംവിധാനമാണ് അവിടെ ഉള്ളത്. സംവിധാനം ഒരുക്കാനുള്ള ആൾക്കാരും ഉണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ എല്ലാവരും. അതൊക്കെയാണ് ഇപ്പോൾ അതിനെ സ്വർഗമേടിനെ കുറിച്ച് പറയാനുള്ളത്. ഒട്ടാത്തി എന്ന് പറയുന്നത്, ഒട്ടാത്തി വന്നിട്ടാണ് ഈ സ്വർഗമേടിന് പോകുന്നത്. അതാണ് ഈ ഒട്ടാത്തി ഫേമസ് ആയത്. അത്രയൊക്കെയാണ് അതിനെക്കുറിച്ച് നമുക്ക്. അപ്പം ശരിക്കും ഒട്ടാത്തിയുടെ കഥയാണ് നമ്മളോട് സാവുചേട്ടൻ പറഞ്ഞു തന്നത്. ഈ ഒട്ടാത്തിയുമായി പരിസര പ്രദേശങ്ങളെല്ലാം വളരെ ഭംഗിയും വളരെ മനോഹരമായ സ്ഥലമാണ്. മൂന്നാറിൻ്റെ മൂന്നാറിൻ്റെതായിട്ടുള്ള എല്ലാ തണുപ്പും മഞ്ഞും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ സ്ഥലം കൂടിയാണ് ഒട്ടാത്തിയുടെ പ്രാന്തപ്രദേശമായ സ്വർഗംമേട്, അതുപോലെ തന്നെ പ്ലെയിൻപാറ, അല്ലേ? അപ്പം വരുന്നവർക്ക് ഒട്ടാത്തിയിലും അതുപോലെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലും എല്ലാം സന്ദർശിക്കാനുള്ള അവസരമുണ്ട്, താമസിക്കാനുള്ള അവസരമുണ്ട്. എന്തായാലും ഒട്ടവും കരയുന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര, അല്ലെ സ്വർഗം, ദൈവത്തിൻ്റെ സ്വന്തം നാട്, അല്ലെങ്കിൽ സ്വർഗം പോലുള്ള അനുഭവം നൽകുന്ന നാട്, പ്ലെയിൻ സ്വന്തം, അതുപോലെ തന്നെ പ്രകൃതിദത്തമായ പ്ലെയിൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലം ഒക്കെ കാണുവാനുള്ള ഒരവസരമാണ് ഒട്ടാത്തി നിങ്ങളെ കാത്തിരിക്കുന്നത്. എല്ലാവർക്കും ഒട്ടാത്തിയിലേക്കും സ്വർഗംമേട്ടിലേക്കും പ്ലെയിൻപാറയിലേക്കും അതുപോലെ അനുബന്ധ സ്ഥലങ്ങളിലേക്കൊക്കെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഇതുപോലുള്ള മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.